ഇത് ഇറാൻ ആക്രമണം ഘടിപ്പിച്ചിരിക്കുകയാണ്. വലിയ പ്രഹരശേഷിയാണ് ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രയേലിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അമേരിക്കയുടെ പടക്കപ്പലുകൾ തകർത്തു, അത് മുങ്ങുന്നു, ചില കപ്പലുകൾ കത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഇറാന്റെ ഭാഗത്തു നിന്ന് വരികയാണ്. അതിനോടൊപ്പം തന്നെ ഇസ്രയേലിൽ ആക്രമണം ഘടിപ്പിച്ചു, ഇസ്രയേൽ നാനാഭാഗത്തും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ള പ്രസ്താവനയൊക്കെ ഇറക്കുമ്പോൾ ഈ യുദ്ധം എത്രത്തോളമാണ് പോകുന്നത്? ഇതിനിടയിൽ തന്നെ 10 ലക്ഷം സൈനികരെ വിന്യസിക്കുന്ന ഒരു നീക്കവും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ യുദ്ധത്തിനൊരു അവസാനം കാണുമ്പോൾ എന്നായിരിക്കും ഈ ഒരു യുദ്ധത്തിനൊരു അവസാനം കാണുക? രേഷ്മ, ആയത്തുള്ള അലി ഖാംനെയി എന്ന ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വലിയ പ്രവചനം നടത്തിയിരുന്നു, അല്ലെങ്കിൽ ദീർഘവീക്ഷണത്തോടു കൂടി ചില കാര്യങ്ങൾ അദ്ദേഹം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഈ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു മേഖലാ യുദ്ധമായി മാറും. ഒരു കാലത്തും ഇറാൻ മുട്ടുമടക്കുകയോ കീഴ്പ്പെടുകയോ ചെയ്യുകയില്ല. അതോടൊപ്പം ഈ യുദ്ധത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത് ഇറാനായിരിക്കും. എന്ന്, എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ഇറാൻ തീരുമാനിക്കും. അതായത് ഇറാൻ്റെ കൈകളിലേക്ക് ഈ യുദ്ധത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം വരും എന്നായിരുന്നു ഖാംനെയി പറഞ്ഞത്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ കൂട്ടയടി നടന്നുകൊണ്ടിരിക്കുകയാണ്, പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, പാശ്ചാത്യ മാധ്യമങ്ങൾ എത്രത്തോളം ആ നിലയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് ആ വാർത്തയെ, ആ സംഭവത്തെ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ സംഭവിക്കുന്നത് അതാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ആഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. ആ പ്രസ്താവന എന്ന് പറയുന്നത്, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്കോ ഊർജ്ജ കേന്ദ്രങ്ങളിലേക്കോ ഇനി ആക്രമണം നടത്തരുത് എന്നുള്ളതായിരുന്നു അത്. എന്ന് മാത്രമല്ല, ഇസ്രായേൽ ഇറാൻ്റെ വാതക സംരക്ഷണ വാതക കേന്ദ്രത്തിലേക്ക് നടത്തിയിട്ടുള്ള ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയല്ല, അമേരിക്കയുടെ അറിവോടെയല്ല ഇത് എന്നായിരുന്നു ട്രംപ് അന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് പാകിസ്ഥാൻ വഴി 15 നിർദ്ദേശങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ട്രംപ് മുന്നോട്ട് വെച്ചത്. അതിനിടയിലാണ് USS എബ്രഹാം ലിങ്കൺ എന്ന കപ്പൽ പിൻവലിക്കുന്നു, USS ജെറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന കപ്പലിന് തീപിടിച്ച് അതും എവിടെയൊക്കെയോ കൊണ്ടുപോയിടുന്നു. അങ്ങനെ ട്രംപ് മൊത്തത്തിൽ ഈ ആണവ മേഖലയെ, ഊർജ്ജ മേഖലയെ, എണ്ണ കേന്ദ്രങ്ങളെ, വാതക പ്ലാന്റുകളെ ഒക്കെ ആക്രമിക്കുന്ന തരത്തിലേക്ക് യുദ്ധം മാറുന്നതിൽ വലിയ തോതിൽ അസ്വസ്ഥനായിരുന്നു. ആശങ്കയോടെ, ഭീതിയോടെയാണ് ട്രംപ് ആ വിഷയത്തെ സമീപിച്ചത്. പക്ഷേ ട്രംപിൻ്റെ ആ പ്രസ്താവന പുറത്തു വന്നതിന് ശേഷവും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ 2 ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തി. ഒന്ന് കഴിഞ്ഞ രാത്രിയിലായിരുന്നു. അത് അരാങ്ക് എന്ന് പറയുന്ന ഇറാൻ്റെ പ്രദേശത്തെ അവിടുത്തെ ഒരു ആണവ കേന്ദ്രത്തിന് സമീപത്തേക്കാണ് ആക്രമണം ഉണ്ടായത്. അതിനു മുമ്പ് ഈ ഇറാന് റഷ്യ നിർമ്മിച്ചു കൊടുത്ത ബുഷഹർ എന്ന് പറയുന്ന അവിടുത്തെ തന്ത്രപ്രധാനമായ ഒരു ആണവ കേന്ദ്രമുണ്ട്. അതിനുള്ളിൽ ജോലി ചെയ്യുന്നത് 200ഓളം റഷ്യൻ ഉദ്യോഗസ്ഥരാണ് അതിനകത്ത് ജോലി ചെയ്യുന്നത് പ്രധാനമായിട്ട്. അപ്പോൾ അവിടേക്കും ഇസ്രായേൽ ആക്രമണം നടത്തി. ഇതോടെ റഷ്യ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ഇറാൻ ഗൾഫ് മേഖലയിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ഒന്നൊന്നായി ആക്രമിക്കുന്ന നിലയിലേക്ക് കടക്കുകയും ചെയ്തു. ഇപ്പം ഇന്ന് അബുദാബിയിൽ ഒരു മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇറാൻ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സൗദി അരാംകോയുടെ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക്, ഓയിൽ റിഫൈനറികളിലേക്ക്, പ്ലാന്റുകളിലേക്കൊക്കെ വലിയ ആക്രമണം നടത്തുകയാണ്. കുവൈറ്റിലെ കച്ചവടത്തിനായിട്ട് അല്ലെങ്കിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന എണ്ണയുടെ ഏതാണ്ട് 1/4 ഭാഗത്തോളം ഇതോടകം നഷ്ടമായി എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ അമേരിക്ക പറയുന്നിടത്ത് നിന്നും മാറി അവരുടേതായ രീതിയിൽ ഈ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ JD വാൻസ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ നെതന്യാഹുവിനെതിരെ സംസാരിച്ചു എന്ന വാർത്തകൾ വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ യുദ്ധം 4 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിപ്പിക്കും, അതിനുള്ളിൽ ഇറാൻ്റെ മുഴുവൻ കേന്ദ്രങ്ങളും ഞങ്ങൾ തകർക്കും എന്നൊക്കെ വീണ്ടും പറയുന്നുണ്ട്. അത് സൗദിയിലെ വ്യവസായികളുമായി നടത്തിയൊരു യോഗത്തിലാണത് പറയുന്നത്. പക്ഷേ അപ്പോഴും ട്രംപിന് സ്ഥിരതയില്ലാത്തൊരു സാഹചര്യം നമ്മൾ കാണുകയാണ്. അതായത് ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് ആദ്യം പറയുന്നു, ഞങ്ങൾ ആക്രമണം നിർത്തുകയാണ്, അല്ലെങ്കിൽ ഇറാനുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയുന്നു. അതിനുശേഷം പറയുന്നു വീണ്ടും ആക്രമണം ശക്തമാക്കുമെന്ന് പറയുന്നു. ഇത് പിന്നെ പറയുന്നത്, ട്രംപ് പറയുന്നത്, ഞങ്ങൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കുറേ നിർദ്ദേശങ്ങളുണ്ട്, ഇത് ഇറാൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ യുദ്ധം നിർത്താമെന്ന് പറയുന്നു. അതിനിടയിൽ ഗൾഫ് രാജ്യങ്ങളുമായി ചേർന്ന് ഇറാനെതിരെ പ്രസ്താവന ഇറക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ ഇറാനെ ആക്രമിക്കാൻ പോവുകയാണ് എന്ന പ്രതീതി കൊണ്ടുവരുന്നു. അതിനിടയിൽ കരയുദ്ധം ആരംഭിക്കുമെന്ന് പറയുന്നു. അതേസമയം തന്നെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ G7 രാജ്യങ്ങളുടെ യോഗത്തിൽ പറയുന്നത് കരയുദ്ധത്തിന് ഒരിക്കലും ഞങ്ങൾ ഇറങ്ങില്ല എന്നാണ്. അപ്പോൾ അമേരിക്കയുടെ പ്രസ്താവനകളിൽ തന്നെ, ട്രംപിൻ്റെ പ്രസ്താവനകളിൽ തന്നെ നിരവധി വൈരുദ്ധ്യവും ചേരാതെ പോകലും പല വാക്കുകളും പാഴ്വാക്കായി പോകുന്നതും ഒക്കെ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതായത് പല ഘട്ടങ്ങളിലും
രണ്ട് വളത്തിലും കാലിടുന്ന രീതിയിലാണ് ട്രംപിൻ്റെ പ്രസ്താവനകൾ. ഇറാൻ എൻ്റെ കാല് പിടിച്ച് അപേക്ഷിച്ചു എന്ന് പറയുന്നു, ഇറാൻ എന്നെ അവിടുത്തെ പരമാധികാരിയായി നിയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്നു, അതേപോലെ തന്നെ ഇറാനുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു, ചില സമയത്ത് പറയുന്നു ഞങ്ങൾ യുദ്ധം വീണ്ടും ശക്തമാക്കാൻ പോവുകയാണെന്ന് പറയുന്നു. അങ്ങനെ ഒരെത്തും പിടിയും ഇല്ലാത്ത രീതിയിൽ ട്രംപ് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ കാരണം ഇറാൻ നൽകുന്ന പ്രഹരങ്ങളുടെ ആഘാതം ട്രംപിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ട്രംപിൻ്റെ ശരീരഭാഷ തന്നെ തളർന്നു തുടങ്ങിയിരിക്കുന്നു. പല യോഗങ്ങളിലും ട്രംപ് വേച്ചാണ് നടക്കുന്നത്. ട്രംപിൻ്റെ വർത്തമാനങ്ങളിൽ വല്ലാത്ത കൃത്യതക്കുറവുണ്ട്. അതുപോലെ ട്രംപിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ പൊള്ളയാണ് എന്ന നിലയിലേക്ക് വിലയിരുത്തലുകൾ വരുന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് പറയുന്നത് ട്രംപിനെ ആകെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കിളിപോയ അവസ്ഥയാണ്. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് എങ്ങനെയും ഇറാനെ ഇല്ലാതാക്കുക എന്നതിൽ കുറഞ്ഞ് ഒന്നും തന്നെ നെതന്യാഹു മുന്നോട്ട് വയ്ക്കുന്നില്ല. എങ്ങനെയും ഇറാനെ ഇല്ലാതാക്കുക, ഇറാൻ്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ, അതായത് പണ്ട് ഗസയിലെ പാവപ്പെട്ട ജനങ്ങളോട് കാണിച്ച അതേ മുഷ്ക് അല്ലെങ്കിൽ അതേ രീതിയിലുള്ള ഒരു ആക്രമണം, അങ്ങനെ ഗസയിലെ പാവങ്ങളെ ഇല്ലാതാക്കിയ പോലെ ഇറാനെ പൂർണ്ണമായിട്ട് അങ്ങ് തകർത്ത് കളയാം, അവിടെ കുറേ ആളുകളെ അങ്ങ് കൊന്നു കഴിഞ്ഞാൽ യുദ്ധം വിജയിക്കും എന്ന മിഥ്യാധാരണയിലാണ് ഇപ്പോഴും നെതന്യാഹു മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിൻ്റെ തിരിച്ചടികൾ ഇപ്പോൾ വലിയ തോതിൽ ഇസ്രായേലിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ രാത്രിയിൽ ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായ ടെല്ലവീവും ഹൈഫയും ജെറുസലേമും ഒക്കെ നിന്ന് കത്തുകയായിരുന്നു എന്നാണ്. കുറേ ദൃശ്യങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ന് രാവിലെ പുറത്തുവിട്ടിട്ടുണ്ട്. അതിലൊക്കെ വലിയ കെട്ടിടങ്ങൾക്ക് നടുവിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു, ചിന്നിച്ചിതറിയ കെട്ടിടാവശിഷ്ടങ്ങൾ, വാഹനങ്ങൾ, നിലയ്ക്കാതെ മുഴങ്ങുന്ന സൈറനുകൾ, മിസൈലുകൾ കൃത്യമായി ഇസ്രായേലിനുള്ളിലേക്ക് വീഴുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അതൊരു വലിയ നാണക്കേടുമാണ്, വലിയ ആഘാതവുമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമേരിക്ക തന്ത്രപരമായി നിലപാടുകൾ മാറ്റിയും ആർക്കും ഒരു പിടുത്തവും കിട്ടാത്ത വിധത്തിൽ പ്രസ്താവനകൾ നടത്തി ആശയക്കുഴപ്പം സൃഷ്ടിച്ചും ഈ യുദ്ധത്തിൻ്റെ ഒരു ഓരത്തേക്ക് മാറുമ്പോൾ ഇസ്രായേൽ അമേരിക്കയോട് പോലും, അതായത് അമേരിക്കയ്ക്ക് പോലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന വിധത്തിലേക്ക് ഈ യുദ്ധത്തെ വലിച്ചുകൊണ്ട് പോവുകയാണ്. അത് അമേരിക്കയും കൂടി വലിച്ചിടുന്ന അവസ്ഥയിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തുകയാണ്. ഇപ്പോൾ ഇസ്രായേൽ വലിയ തോതിൽ ഇറാനിലേക്ക് ആക്രമണം നടത്തുമ്പോൾ ഇറാൻ ഹൂത്തികളെയും ഹിസ്ബുള്ളയും ഒക്കെ കളത്തിലിറക്കി വലിയ പ്രഹരം നൽകുന്നു. ഹോർമുസ് കടലിടുക്കിന് പുറകെ സൂയസ് കനാലും ചെങ്കടലും അടയ്ക്കാൻ പോകുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. അപ്പോൾ ഇറാൻ്റെ മുഴുവൻ ഗ്രൂപ്പുകളും ശക്തമായിട്ട് അവർ ഇതുവരെയില്ലാത്ത കാര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി തുടങ്ങിയൊരു യുദ്ധത്തിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുകയും അമേരിക്ക ഓരത്തേക്ക് മാറിപ്പോവുകയും ഇസ്രായേൽ ഒറ്റയ്ക്ക് ഇറാനെ തകർത്ത് കളയുമെന്ന രീതിയിൽ ആണവ കേന്ദ്രങ്ങളും ഓയിൽ കേന്ദ്രങ്ങളും ഊർജ്ജ കേന്ദ്രങ്ങളും ഒക്കെ തച്ച് തകർക്കുകയും ചെയ്യുമ്പോൾ യുദ്ധം വലിയ തോതിൽ ഗതിമാറുന്നു, അല്ലെങ്കിൽ കുറെ കൂടി കടുത്ത ഭീകരമായ അന്തരീക്ഷം അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ ലോകത്തിന് മുഴുവൻ ഉണ്ടാക്കാൻ പോകുന്നു എന്ന ഭയാനകമായ സൂചനയാണ് രേഷ്മ പുറത്തു വരുന്നത്. ഇപ്പം ഈ ഒരു യുദ്ധം ഇത്രയും ദിവസം പിന്നിടുമ്പോൾ ഒരു വലിയ നേട്ടം ഇറാന് തന്നെയാണ് ഏത് രീതിയിൽ നോക്കിയാലും കൂടുതലുള്ളത്. മാത്രമല്ല ഈ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം തന്നെ മാറുകയാണ്. ഇപ്പം ഹൂത്തികളും ഹിസ്ബുള്ളയും കൂടി വന്നു കഴിഞ്ഞ് ഇപ്പോൾ ചെങ്കടലും അങ്ങനത്തെ ഉള്ള പാതകളൊക്കെ അടയ്ക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ലോകം ഇരുട്ടിലാകും എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം നീക്കങ്ങളിലേക്ക് തൽക്കാലം എത്തുന്നില്ല എങ്കിലും ഒരു പക്ഷേ എത്തിയേക്കാം എന്നുള്ള ഒരു സൂചനകളൊക്കെ ഉണ്ട്. എന്തായാലും ഇതിനു മുമ്പും ഇങ്ങനെ പറഞ്ഞായിരുന്നു, അതായത് ആക്രമണം ഈ പറയുന്നത് പോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം അവിടുത്തെ ഒരു വിലയിരുത്തൽ അനുസരിച്ച് പറഞ്ഞൊരു കാര്യം, അവരുടെ കയ്യിൽ ഒരു ഡേർട്ടി ബോംബ് ഉണ്ട്, ആ ബോംബ് അവർ പ്രയോഗിച്ചേക്കാം. അതായത് തൽക്കാലം അത് പ്രയോഗിക്കുന്നില്ല, പക്ഷെ പ്രയോഗിച്ചാൽ അത് വലിയ പ്രഹരം ഏൽപ്പിക്കുന്നു. എന്തായാലും ഇത്തരം നീക്കങ്ങളും ഇങ്ങനെ നടക്കുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ സൂചനകളൊക്കെ വരികയാണ്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നുള്ളൊരു സൂചനകളൊക്കെ വരുന്നതിനിടയിൽ ഈ പറയുന്ന അമേരിക്കയും ഇസ്രായേലിനെ നടക്കുന്ന ഒരു മറ്റു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾ സ്വന്തമായിട്ട്, അവിടുത്തെ യുവാക്കള് ഒരു 10 ലക്ഷം പേര് ചെന്നിട്ട് എന്തിന് ഞങ്ങൾ തയ്യാറായി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സൈന്യം ആയിട്ട് മാറുമ്പോൾ ആ ഒരു കാര്യം തന്നെ ഇറാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ കരുത്തുണ്ട്, മാത്രമല്ല ഇനി ഒരു 10 വർഷം ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് കൂടി പറയുകയാണ്. അപ്പം ഇങ്ങനെ ഇറാന് ഇത് പറയുന്നതിനോടനുബന്ധിച്ച് തന്നെ ഇറാന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് വലിയ രീതിയിലല്ലേ. അപ്പൊ ആ ശക്തിക്ക് മുന്നേ എന്തായാലും ഈ പറയുന്ന അമേരിക്ക മുട്ടുമടക്കിയാലും ഈ ഇസ്രായേലിന് എത്ര നാൾ പിടിച്ചു നിൽക്കാനാകും? ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമായിരിക്കത്തില്ല. അല്ല, ഇതിലിപ്പോ അമേരിക്ക യുദ്ധം നിർത്തണമെന്ന് തീരുമാനിച്ചാലും ഇറാൻ നിർത്തിയില്ലെങ്കിൽ അമേരിക്കയ്ക്ക് യുദ്ധം ചെയ്തേ മതിയാകും. കാരണം അമേരിക്കയുടെ മുഴുവൻ കേന്ദ്രങ്ങളും തച്ചു തകർക്കുന്ന വിധത്തിൽ ഇനിയും യുദ്ധം വ്യാപിപ്പിക്കാനായിട്ട് ഇറാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട്, റോയിറ്റേഴ്സ് പുറത്തുവിട്ട അമേരിക്കയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത് 1 മാസം യുദ്ധം ചെയ്തിട്ടും ഇറാൻ്റെ 1/3 മിസൈൽ ഡ്രോൺ ശേഖരങ്ങൾ തകർക്കാനേ പരമാവധി അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ്. അതായത് ഇനിയും 70-75%
ആയുധങ്ങൾ ഇറാൻ്റെ പക്കലുണ്ട്. അത് ഇൻ്റലിജൻസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ള ആയുധ ശ്രേണികൾ ഇഷ്ടംപോലെ ഉണ്ടാകും. അതുപോലെ റഷ്യയുടെയും ചൈനയുടെയും സഹായം അത് വിപുലമായ രീതിയിൽ ഇറാന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇറാൻ കൃത്യതയോടുകൂടിയുള്ള ആക്രമണങ്ങൾ നടത്തുന്നതും ഇനിയും എത്ര കാലം വേണമെങ്കിലും യുദ്ധം ചെയ്യാൻ സന്നദ്ധരാണ് ഞങ്ങളെന്ന് പറയുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കുക, ഇറാന് നേരെ ആക്രമണങ്ങൾ നടത്തി ഓരോ ഘട്ടത്തിലും ട്രംപ് പറയുന്നത് ഇറാൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തകർത്തു, മിസൈൽ തകർത്തു, അത് തകർത്തു, ഇനി ഇറാന് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് ട്രംപും ഇസ്രായേലും ആവർത്തിച്ച് പറയുമ്പോഴാണ് പൊടുന്നനെ ഇറാൻ ശക്തമായ ആക്രമണങ്ങൾ നടത്തുന്നത്. ഗൾഫ് മേഖലയിൽ എമ്പാടും വലിയ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൗദിയും ഖത്തറും കുവൈറ്റും ഒക്കെ വലിയ ഭീതിയിലാണ്. അവിടങ്ങളിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ മാറ്റാതെ, അവിടെ നിന്ന് അമേരിക്കയോട് പിന്തിരിയാൻ പറയാതെ അവർക്ക് സംരക്ഷണം ഉണ്ടാകില്ല, അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ല എന്നൊരു അന്തരീക്ഷമാണ് ഇറാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിനൊടുവിൽ, യുദ്ധത്തിൻ്റെ അവസാനം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തിറങ്ങി പോകേണ്ടി വരും, അല്ലെങ്കിൽ പശ്ചിമേഷ്യയോട് ഗുഡ് ബൈ പറയാതെ ഈ യുദ്ധത്തിൽ രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്താം. കാരണം ഇറാൻ്റെ കരുത്ത് അത്രമേൽ ശക്തമാണ് എന്ന് തന്നെയാണ്. കാരണം ഒരു മാസമായിട്ടും ഇറാനെ വരിഞ്ഞുകെട്ടാനോ ഇറാൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളെ തടസ്സപ്പെടുത്താനോ ഒന്നും അമേരിക്കയ്ക്കും ഇസ്രായേലിനോ കഴിയുന്നില്ല. ഇപ്പോൾ അവർ തമ്മിലാണ് തർക്കം നിലനിൽക്കുന്നത്. എന്ന് മാത്രമല്ല, ഇറാൻ്റെ ജനത കൂടുതൽ യുദ്ധത്തിലേക്ക്, അല്ലെങ്കിൽ പാശ്ചാത്യ ശക്തികളെ തകർക്കണമെന്ന നിലയിലേക്ക് അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടത്തിനൊപ്പം കൂടുതലായി അണിചേരുന്നൊരു കാഴ്ച നമ്മൾ കാണുകയാണ്. ഇത് അമേരിക്കയും ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കാരണം അവർ പ്രതീക്ഷിച്ചത് ഈ യുദ്ധമുണ്ടായി ആയത്തുള്ള അലി ഖാംനെയി കൊല്ലപ്പെടുന്നതോടുകൂടി അവിടെ വലിയൊരു ആഭ്യന്തര കലാപം ഉണ്ടാകുമെന്നൊക്കെയായിരുന്നു അവർ കരുതിയിരുന്നത്. പക്ഷേ അതിലേക്കൊന്നുമല്ല കാര്യങ്ങൾ പോകുന്നത്. മറ്റൊരു റിപ്പോർട്ട് നോക്കുക, ഇറാൻ അവകാശപ്പെടുന്നത് 6 പ്രധാനപ്പെട്ട അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ തങ്ങൾ ആക്രമണം നടത്തി, അതിൽ 3 മുക്കിക്കളഞ്ഞു എന്നാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാൻ അവകാശപ്പെട്ടത്. അതുപോലെ തന്നെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനമായ താഡ് ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ പരിപൂർണമായി ഞങ്ങൾ തകർത്തു, അതിലൊക്കെ ഞങ്ങൾ വിജയിക്കുകയാണെന്ന് ഇറാൻ അവകാശപ്പെടുകയാണ്. ഇതൊക്കെ അമേരിക്ക നിഷേധിക്കുന്നുണ്ട് എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പല ദൃശ്യങ്ങളും ഇപ്പോൾ ഇറാൻ തന്നെ പുറത്തുവിടുന്നുണ്ട്. ഇറാൻ്റെ പ്രസ് TV അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ട്രംപ് ആകട്ടെ ഇന്ന് നടത്തിയ, അമേരിക്കയ്ക്ക് നാണക്കേടായതുകൊണ്ടല്ലേ ഇതൊക്കെ മറച്ചു വെക്കുന്നത്? അമേരിക്കയിലും ഇസ്രായേലിലും നമുക്കറിയാം, ഈ യുദ്ധം തുടങ്ങിയ കാലം മുതൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് അവർ സ്ഥിരീകരിക്കുന്നത് വളരെ വിരളമാണ്. ഇപ്പോൾ USS ജെറാൾഡ് ഫോർഡ് എന്ന കപ്പലിന് ദുരൂഹ സാഹചര്യത്തിൽ തീപിടിച്ചു. ആ തീപിടിച്ചത് ഞങ്ങൾ ആക്രമിച്ചിട്ടാണ് എന്ന് ഇറാൻ പറയുമ്പോഴാണ് അമേരിക്ക പറയുന്നത് അല്ല, അത് വെറും ഒരു തീപിടുത്തം മാത്രമാണ് എന്ന്. എന്തായാലും ആ കപ്പൽ പിന്തിരിച്ചു പോയി. USS എബ്രഹാം ലിങ്കൺ കപ്പലിന് നേരെ ആക്രമണം നടത്തിയെന്ന് ഇറാൻ പറഞ്ഞു, അമേരിക്ക അത് നിഷേധിച്ചു. പക്ഷെ പിന്നെ ആ കപ്പലിനെ കുറിച്ച് ഒരു വിവരവുമില്ല. ഇപ്പോൾ പറയുന്നത് USS ട്രിപ്പോളി എന്ന് പറയുന്ന കപ്പലാണ് വരുന്നത്. അതിനുശേഷം USS WB ബുഷ് എന്ന് പറയുന്ന പുതിയ കപ്പൽ വരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പഴയ കപ്പലുകളെക്കുറിച്ചോ അവിടെ ഉണ്ടായിരുന്ന കപ്പലുകൾക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചൊന്നും ഒരു സ്ഥിരീകരണവും അമേരിക്ക നൽകുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു പക്ഷേ ഈ കപ്പലുകൾക്കൊക്കെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ട് അത് മറയ്ക്കാൻ വേണ്ടി അമേരിക്ക പെടാപ്പാട് പെടുകയാണ് എന്ന് തന്നെ ആയിരിക്കും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് തന്നെയാണുള്ളത്. കാരണം ഓരോ ദിവസം കഴിയും തോറും അതിഭീമമായ നഷ്ടങ്ങളുടെ കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന് അത് ആവർത്തിച്ച് ലോകത്തിന് മുന്നിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇസ്രായേലിൻ്റെ കാര്യം നോക്കുക. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ വലിയ വാശിയോടുകൂടി ഇറാന് നേരെ ആക്രമണം നടത്തി ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ അടക്കം തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതേ ഗ്രാവിറ്റിയിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ ഗ്രാവിറ്റിയിൽ ഇസ്രായേലിനുള്ളിലേക്ക് ഇറാനും ആക്രമണം നടത്തുകയാണ്. ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള അറ്റാക്കാണ് ഇപ്പോൾ ഇറാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഇസ്രായേലും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ യുദ്ധം എവിടെ ചെന്ന് നിൽക്കുമെന്ന് ചോദിച്ചാൽ ഇനിയും ആഴ്ചകൾ നീളുന്നു എന്നാണ് ട്രംപ് പറയുന്നതെങ്കിൽ ഇത് അടിവേരറുക്കുന്ന അവസ്ഥയിലേക്ക്, അതായത് പല പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും, ആൾനാശമുണ്ടാകും, ഇറാനിലെ ഒരുപാട് പ്രദേശങ്ങളിൽ വീണ്ടും ബോംബുകൾ വീഴും എന്നുള്ളത് കൃത്യമായി നടക്കാൻ പോകുന്ന കാര്യമാണ്. പക്ഷേ ഇതിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ഇസ്രായേലിനായിരിക്കും. ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഒന്നൊന്നായി തകർന്നുകൊണ്ടിരിക്കുന്നു. ഇനി അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ ആക്രമണം വരും എന്ന് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് ഭയാനകമായിട്ടുള്ള, ഭീതിജനകമായിട്ടുള്ള സാഹചര്യമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അവിടുത്തെ ജനത ഭയചകിതരാണ്.
എപ്പോൾ വേണമെങ്കിലും മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ വീണ് പരിക്കേൽക്കാവുന്ന അവസ്ഥ. ഇറാനൊട്ട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും നടത്തുന്നില്ല. അമേരിക്കയുടെ 13 സൈനിക കേന്ദ്രങ്ങൾ തകർത്തു കഴിഞ്ഞു എന്നാണ് ഇറാൻ ഇപ്പോൾ അവകാശപ്പെടുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായ മറുപടിയൊന്നും ട്രംപ് പറയുന്നില്ലെങ്കിലും ട്രംപ് ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ സൗദിയിലെ വ്യവസായികളുമായി മയാമിയിൽ വെച്ച് നടത്തിയ ഒരു സമ്മിറ്റിൽ പറയുന്നത്, ഞാൻ പശ്ചിമേഷ്യയുടെ രക്ഷകനാണ് എന്നാണ്. പശ്ചിമേഷ്യയുടെ രക്ഷകനാണ് താൻ. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്ന മിസൈലുകളൊക്കെ അമേരിക്ക തന്ത്രപരമായി പ്രതിരോധിച്ചു. അതുകൊണ്ട് പശ്ചിമേഷ്യയ്ക്ക് ഒരു രക്ഷകൻ എന്ന റോളിൽ എന്നെ കാണണം എന്നാണ് ട്രംപ് പറയുന്നത്. എന്ന് മാത്രമല്ല, ട്രംപ് പറയുന്നത് ഹോർമുസ് കടലെടുക്കിൻ്റെ പേര് മാറ്റിയിട്ടത് ട്രംപ് കടലെടുക്ക് എന്നാക്കി മാറ്റണം എന്ന് ട്രംപ് പറഞ്ഞതായും വാർത്തകൾ വരുന്നുണ്ട്. നോക്കുക, ട്രംപിന് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണ് ട്രംപിൻ്റെ പ്രസ്താവനകൾ ഓരോന്നും ഉണ്ടാകുക. കാരണം നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലേക്കടക്കം, ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളിലേക്കടക്കം, അവിടുത്തെ പ്ലാന്റുകളിലേക്കടക്കം ഒക്കെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ പലതും ലക്ഷ്യം കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അവിടെ ജനങ്ങൾ ഭയചകിതരാണ്. കൂടുതൽ ആളുകൾ മരിക്കുന്ന സാഹചര്യം, പരിക്കേൽക്കുന്ന സാഹചര്യമൊക്കെ ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അപ്പോഴും ട്രംപ് പറയുന്നത് ഞാൻ ഇവരുടെയൊക്കെ രക്ഷകനാണെന്ന്. ആലോചിച്ച് നോക്കുക, ഈ യുദ്ധം തുടങ്ങി പശ്ചിമേഷ്യയെ ഈ വിധത്തിൽ നശിപ്പിച്ച് വെണ്ണീറാക്കി, ലോകത്ത് എണ്ണവില കുതിച്ചുയരുകയും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മാന്ദ്യം ഉണ്ടാവുകയൊക്കെ ചെയ്യാൻ പോകുന്നൊരു ഗുരുതരമായ സാഹചര്യം ഉണ്ടാക്കി അതിൻ്റെ ഉത്തരവാദിയായി നിൽക്കുന്ന ട്രംപ് പറയുകയാണ്, ഞാനാണ് പശ്ചിമേഷ്യയുടെ രക്ഷകനെന്ന്. അപ്പോൾ ആ നിലയിലൊക്കെ പറയുന്നൊരു ഭരണാധികാരിയിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാനാണ് ലോകം? ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം, ഇറാനിലേക്ക് ചുരുങ്ങുകയാണ് കാര്യങ്ങൾ. ഇറാൻ ഒന്ന് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ലോകക്രമം എത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ്റെ നിർദ്ദേശങ്ങൾ മുഴുവനും അംഗീകരിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുക എന്നതല്ലാതെ മറ്റൊരു പോംവഴിയും നിലവിലില്ല. ഇനി ട്രംപ് പറയുന്നത് പോലെ 4 ആഴ്ചയൊക്കെ യുദ്ധം തുടരുകയാണെങ്കിൽ ഇറാനും ശക്തമായി തിരിച്ചടിക്കും. അത് ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്ത് നമ്മളൊക്കെ പ്രവചിക്കുന്നതിലും അപ്പുറമായിരിക്കും. അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ലോകരാജ്യങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദം തുടരുന്നുണ്ട്. പക്ഷേ ഇസ്രായേലും അമേരിക്കയും വിചാരിച്ചാൽ ഈ യുദ്ധം അവസാനിക്കില്ല. ഒരേയൊരു പോംവഴി ഇറാന് കീഴ്പ്പെട്ട് യുദ്ധം അവസാനിപ്പിക്കുക എന്നത് മാത്രമാണ്. അതിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങും, അല്ലെങ്കിൽ അതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്.